മനസ്സിലാവണില്ല. എടത്തിരി മനസ്സിലായില്ലെങ്കിലും വെക്കതായിട്ട് അത് പഠിച്ചിട്ട് പാടണം കുട്ടി. എന്നാലേ ഫസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് മാപ്പിള പാട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പാടിയിട്ട് കാര്യമില്ല. ആൾക്കാർ ശ്രദ്ധിക്കണ്ടേ. വരിയൊന്നും മനസ്സിലാവണില്ല. അത് കഷ്ടപ്പെട്ട് പഠിക്കണോ? അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് വെറുതെ ഇരുന്ന് ചോറ് കഴിക്കണ മാതിരിയല്ല. ഇതിപ്പോ പാടി കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ നാട്ടില് മലവെള്ളമൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി, വെള്ളപ്പൊക്കം വന്നിട്ട്. അപ്പൊ ഈ പാട്ട് പാടി കഴിയുമ്പോ ജഡ്ജസ് ശ്രദ്ധിക്കും. സമകാലികം അങ്ങനൊക്കെ ഉണ്ടേല് അപ്പോഴാണ് മാർക്ക് കിട്ടുക. ഇത് പാട്, ഞാൻ ഒന്നുകൂടി പാടിയാരാ. ഇമ്മലയാളത്തിക്കുറി വന്നത് പോലത്തൊരു മലവെള്ളം തമ്മില് മുമ്പ് കേറിയതാരും കണ്ടില്ല. എത്ര മാടും പീടിക വീടും തോടും മല കുന്നും കുത്തിയിടിഞ്ഞു പോയൊരു പോക്കും കണ്ടില്ല. അവിടെ ഇമ്മലയാളത്തി പാടട കുട്ടിയേച്ചിന്റെ കൂടെ ഇമ്മലയാളത്തിക്കുറിശി തിക്കുറിശി എന്ന് പറഞ്ഞ ഒരു സിനിമ നടനാണ്. എന്താ അത് ഇതില് കൊണ്ടുവരുന്നത്? ആ തിക്കുറിശല്ല, ഇക്കുറി. ഇമ്മലയാളത്തിക്കുറി എന്ന് പറഞ്ഞാല് ഈ മലയാള നാട്ടില് ഇക്കുറി വന്ന മലവെള്ളം, അതിനെ കുറിച്ചാണ് പാടുന്നത്. ഇമ്മലയാളത്തിക്കുറി വന്നത് പാട്. ഇമ്മലയാളത്തിക്കുറി വന്നത് കഴിഞ്ഞില്ലേ? എപ്പ തുടങ്ങിയതാട്ടാ ഇവനക്ക് ഈ പാട്ട് ഇത് പാടിയ മാർക്ക് ഉറപ്പാണ് ഇപ്പഴേ. ഇതിനൊക്കെ ചേർന്ന് സമ്മാനം കിട്ടിയാലേ ഗ്രേസ് മാർക്ക് കിട്ടൂ. ഉമ്മ, എനിക്ക് വാപ്പ വലിയ പാട്ടാ പഠിപ്പിച്ചു തരുന്നത്. ഈടെ വലിയ പാട്ടൊന്നുമില്ല. ഇത് സാധാരണ മാപ്പിള പാട്ടിൽ ഇത്തിരി കട്ടി കുറഞ്ഞതാണ് ഇത്. ഇതിപ്പോ എന്താ അറിയോ, ഓനിന്ന് താല്പര്യമില്ല. അതാണ് താല്പര്യമുള്ള കുട്ടികളെ ഓരോരുത്തർ വിടാതിരിക്കണ്. ആരെ വിടാത്തത്? നമ്മടെ അമ്മു. ഓളെന്ത് നന്നായിട്ട് ഡാൻസ് കളിക്കൂ, പിന്നല്ലേ അഭിനയിക്കൂലേ. പിന്നെ ഇപ്പൊ തന്നെ അവിടെ എന്തോ പ്ലാവിലേന്റെ കിരീടൊക്കെ വെച്ച് കളിക്കണുണ്ട്. എത്ര ദിവസം അയച്ചിട്ടാ അതിന്റെ ഇടയില് ഡാൻസും തൊക്കെ അറിയണ കുട്ടിയല്ലേ. എന്നിട്ട് ഇപ്പൊ ഒരു വിടണില്ല. ഓരോന്നും പോയി കളിക്കണ്ടല്ലോ, ഓളല്ലേ പോയി കളിക്കണത്. പിന്നെന്താണ്? അച്ഛന് പിന്നെ പാട്ടായതുകൊണ്ട് ഓൻ പറഞ്ഞു എന്നെ വിട്ടാലും ഇല്ലെങ്കിലും ഞാൻ പോയി പാടുന്നു. ഇനി എന്റെ വേഷോ സാധനങ്ങളൊക്കെ വേണ്ടേ, അതൊന്നും ഒരു മേടിച്ചു കൊടുക്കൂലെന്ന്. എനിക്കാണെങ്കിൽ ആകെ വിഷമായി. ആ കുട്ടി ഉണ്ടല്ലോ ഇങ്ങനെ തൂങ്ങിയിരിക്കുക വിഷമം കൊണ്ട്. കളിക്കണില്ലേ? കളിക്കണില്ല. ഓര് പിന്നെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജന്തുക്കളായിരിക്കും. ഇവറ്റക്ക് വിവരമില്ലായിരിക്കോ? എന്നിട്ട് വാസുട്ടിക്ക് എന്താ തലക്ക് ബോധമില്ലേ? ഇതൊക്കെ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ SLC ഗ്രേസ് മാർക്ക് കൂടുതൽ കിട്ടും. അങ്ങനൊക്കെ ഉണ്ട് പഠിച്ചാല്. കേട്ടാ കണക്കിന് മൊട്ടല്ലേ കിട്ടാറ്? 2 ആയിരുന്നു. 2 പറഞ്ഞാൽ എന്റെ ഉമ്മി പറഞ്ഞ ഞാൻ കൊടുക്കാം. എന്റെ 2 മാർക്ക്. എടാ ഈ മാർക്ക് കിട്ടിയ ജയിച്ചു പോരൂ, പഠിക്കങ്ങട്ട്. എടാ ചേക്കപ്പ അവിടുത്തെ കഥ കേട്ടോ. ഓരോരോ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ട്, എന്നിട്ട് മാതാപിതാക്കൾ വിടാണ്ട് പറ്റാണ്ടിരിക്കാണ്. അനക്കോ ഇവിടെ എല്ലാം ചെയ്ത് എന്റെ ആവശ്യത്തിനൊക്കെ പഠിപ്പിച്ചും തന്നിട്ട് ഈ ജാതിയാണെന്ന് വെച്ചാല് പിന്നെ എന്താ ചെയ്യണത്? ഇതൊന്ന് പാടന്റെ പൊന്നാര പോലെ. ഇമ്മലയാളത്തിക്കുറി വന്നതുപോലെ മഴവെള്ളം എന്താ കഥ വായിക്കച്ച്? കഥയില ഈ പങ്കെടുത്തേക്കണത്? ഇത് പാട്ടല്ലടാ കുട്ടിയെ.